ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്സ്. ഞാൻ ഇടയ്ക്ക് ബ്രേക്കിൽ ആവും, ഇടയ്ക്ക് ഞാൻ ബ്രേക്കിൽ നിന്ന് വരും, വീണ്ടും ബ്രേക്കിൽ പോവും. ഇതൊരു ബ്രേക്ക് വ്ളോഗായിട്ട് മാറുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കും ഗൈസ്, എന്നും എൻ്റെ ഡെയിലി വ്ളോഗ് ഇടണമെന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട്. കാർത്തികിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഡെയിലി വ്ളോഗ് പോലെയൊക്കെ ചെയ്താലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. പക്ഷേ എനിക്കങ്ങനെ ഡെയിലി വ്ളോഗായിട്ട് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് മൂഡ് വരുമ്പോഴാണ് ഞാൻ ഈ ചെയ്യുന്നത്. ബേസിക്കലി ഗൈസ്, ഇപ്പോഴും നിങ്ങളൊക്കെ പറയും ഞാൻ ഇൻട്രോവേർട്ടൊന്നും അല്ല, ഞാൻ നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങി എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ ഗൈസ്, സംസാരിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കീപ്പപ്പ് ചെയ്യാനുള്ളതും പിന്നെ ഈ വ്ളോഗിന് വേണ്ടിയുള്ള എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടും കുറേ. ഈ സാധനം ചെയ്താൽ ശരിയാവോ, അതായത് ഇത് വ്ളോഗിന് പറ്റിയതാണോ എന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ കൂട്ടും കുറേ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എല്ലാ ഒരു സിറ്റുവേഷനിലും വ്ളോഗ് എന്നുള്ള രീതിയിൽ നമുക്ക് മൈൻഡ് സെറ്റ് ആവില്ല. ബിക്കോസ് ഒന്നാമതായി ഞാൻ എൻ്റെ ഫാമിലി സാധനങ്ങളും പേഴ്സണൽ സംഭവങ്ങളൊന്നും ഞാൻ വ്ളോഗായിട്ട് ഇടാൻ എനിക്കും താല്പര്യമില്ല, എൻ്റെ വീട്ടിലുമ്മാർക്ക് ഇഷ്ടമല്ല. അപ്പം ദ തിങ് ഈസ്, എനിക്ക് ആഗ്രഹമുണ്ട് ലൈക്ക് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കോണ്ടന്റ് കിട്ടുമായിരിക്കും ഓട്ടോമാറ്റിക്കലി. പക്ഷേ അങ്ങനെ ആക്റ്റീവ് ആകാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങി ഫുഡ് അടിക്കാമെന്നൊക്കെ പറഞ്ഞ്, ഫുഡായിരുന്നല്ലോ മെയിൻ കോണ്ടന്റ്. ബിക്കോസ് ഒരു വ്ളോഗറായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഫുഡ് വ്ളോഗിങ് ആണ് കേസ്. ബിക്കോസ് അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും എല്ലാവരും മനുഷ്യരും ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചില ദിവസം ഈ സ്ഥലത്ത് പോകും, ചില ദിവസം ആ സ്ഥലത്ത് പോകും. അപ്പം അവിടെയൊക്കെ കഴിക്കുന്ന ഫുഡിൻ്റെ വ്ളോഗ് എടുക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ടാണ് പോകുന്നതെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. ഇതാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് ഇനിഷ്യലി എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നീഷായിട്ട് തോന്നി ഗൈസ്. അപ്പോൾ ആദ്യം ഞാൻ മറ്റേ സിനിമാറ്റിക് വീഡിയോ, മറ്റേ ഫോട്ടോഗ്രാഫി, ബിഹൈൻഡ് ദ സീനൊക്കെയാണ് തുടങ്ങിയത്. അത് എനിക്ക് തന്നെ മനസ്സിലായി, അത് ഞാൻ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റമാണ് അത്. സോ അത് എനിക്ക് ഒട്ടും പറ്റാതായി വന്നപ്പോഴാണ് പിന്നെ കാർത്തിക് പറഞ്ഞിട്ട് ഞാൻ ഈ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ലൈക്ക് ഡെയിലി വ്ളോഗ് അല്ല, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് പോലത്തെ സാധനം ചെയ്യാൻ തുടങ്ങിയത്. ഫുഡാണല്ലോ, നമുക്ക് ഫുഡ് അടി എന്തായാലും ഉണ്ട്. ആൾക്കാരൊക്കെ ഫുഡ് എവിടെ നിന്ന് കഴിക്കണമെന്നൊക്കെ എൻ്റെ ചോദിക്കുമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പം ബേസിക്കലി ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ എത്രമാത്രം ഫുഡ് ഞാൻ അപ്പോൾ കഴിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. എല്ലാ സ്ഥലങ്ങളും അറിയാം, മിക്ക സ്ഥലങ്ങളിൽ ഞാൻ റെഗുലറായിട്ട് പോകുന്നു. അപ്പം അങ്ങനെ പോയി ഗൈസ്, ഈ പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊളസ്ട്രോളൊക്കെ ബോർഡർ ലൈനിലായി കഴിച്ചു. ഇന്നലെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തായിരുന്നു. ബിക്കോസ് എൻ്റെ റൈറ്റ് ഹാൻഡ് ഭയങ്കര പെയിൻ ആയിരുന്നു 2 ദിവസമായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച്, ദൈവമേ തീർന്നു, അറ്റാക്കിൻ്റെ വേദനയാണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ സലൂണിലിരുന്നപ്പം എൻ്റെ മറ്റേ സ്റ്റൈലിസ്റ്റ് ഉണ്ടല്ലോ, പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഗോപൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം ഗോപൻ ഇങ്ങനെ പറഞ്ഞ്, ബ്രോ ഒരു ECG എടുക്കണം നല്ലതാണ്. അങ്ങേരെ എന്നെ കുറച്ചുകൂടെ പേടിപ്പിച്ചു. ഞാനാണെങ്കിൽ ഓൾറെഡി ഞാൻ ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്, അറ്റാക്ക് ആയിയോ ആരെങ്കിലും ഒരാൾ ഇപ്പം എൻ്റെ അടുത്ത് പറയണം, കുഴപ്പമില്ല, ഇതൊന്നും അല്ല, ഇത് വല്ല മസിൽ പെയിൻ എന്നും എല്ലാം പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. പുള്ളി നേരെ പറഞ്ഞാൽ ഇത് തന്നെ അറ്റാക്കിൻ്റെ ലക്ഷണം, ഒരു ECG എടുക്കാനുണ്ട്. അങ്ങനെ മനുഷ്യൻ കിടുങ്ങി. അന്ന് രാത്രി വന്നിട്ട് എനിക്ക് ഉറക്കവും കൂടെ പോയി. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ മറ്റേ എന്താ പറയുമല്ലോ, അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്ത് എന്നിട്ട് നേരെ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ബിക്കോസ് കൈ നരമ്പിൻ്റെ പെയിൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് എനിക്ക് ഓൾറെഡി സെർവിക്കൽ ഡിസ്ക് ഇഷ്യൂ ഉണ്ട്. ബിക്കോസ് ജിമ്മിൽ നിന്ന് എനിക്ക് പണ്ടൊരു ഡിസ്കിൻ്റെ പ്രശ്നം വന്നിട്ട് ഞാൻ ഒരു വർഷം അടുപ്പിച്ച് ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതാണ്. അപ്പോൾ ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പം എനിക്ക് ഈ പെയിൻ വരുന്നുണ്ട്. ബേസിക്കലി ഡ്രൈവ് ചെയ്യുമ്പം, ഒത്തിരി നേരം ഡ്രൈവ് ചെയ്യുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുമ്പം ഇരിക്കുമ്പം, ലൈക്ക് കുറേ നേരം ഇങ്ങനെ കഴുത്തിന് സ്ട്രെയിൻ കൊടുക്കുമ്പം എനിക്ക് ആ പെയിൻ വരും തിരിച്ച്. അപ്പം ഇന്നലെ ഞാൻ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി കണ്ടു, സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇനി ഒരു MRI കൂടെ എടുക്കാൻ പറഞ്ഞു, ഇപ്പം എന്താണ് അവസ്ഥയെന്ന് അറിയാൻ വേണ്ടി. പിന്നെ നല്ല മരുന്ന് തന്നത്. അയ്യോ ഗൈസ്, ആഫ്റ്റർ സോ ലോങ് ഞാൻ ആ മരുന്ന് കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. 11 മണിയായപ്പോൾ ഫോണൊക്കെ മാറ്റി സൈലൻറ്റിലാക്കി വെച്ചിട്ട് ഞാൻ ഒരൊറ്റ ഉറക്കം. പക്ഷേ എൻ്റെ അമ്മയെ, നിങ്ങൾ വിശ്വസിക്കില്ല, അതിൽ ലാസ്റ്റ് ഒരു 4 വർഷത്തിൽ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ വേറൊരു തോട്ടും ഇല്ല, ടെൻഷനും ഇല്ല, സ്ട്രെസ്സും ഇല്ലാതെ പ്രോപ്പറായിട്ട് ഉറങ്ങിയത് ഇന്നലെ ഒരൊറ്റ ദിവസത്തിലാണ്. അതോടെ എനിക്ക് മനസ്സിലായി ഗൈസ്, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മഹാ കുളമായി കിടക്കുകയാണ്. ബിക്കോസ് ആ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ എനർജി ലെവലൊക്കെ ഭയങ്കരമായിട്ട് കൂടി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ എണീക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനുള്ളൊരു എനർജി ഇല്ല, മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കലാണ്, മനസ്സിലായല്ലേ. ഭയങ്കരമായിട്ടൊരു ക്ഷീണവും ദേഹമൊക്കെ വേദന, അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയായിരുന്നു. അപ്പം ഇന്നലെ ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി. പിന്നെ കൊളസ്ട്രോളൊക്കെ ഹൈ ആണ് ഞാൻ നോക്കിയാൽ, ട്രൈഗ്ലിസറൈഡ് വരെ മറ്റേ ബോർഡർ ലൈനിലെത്തി. മുമ്പത്തൊക്കെ പിന്നെ ടെസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 6 months ബാക്ക്, ഞാൻ ഈ വ്ളോഗർ ആവണതിന് മുമ്പേ ട്രൈഗ്ലിസറൈഡൊന്നും ഇല്ല എനിക്ക്. ആ കൂടെ കുറച്ച് ടോട്ടൽ കൊളസ്ട്രോൾ കുറച്ചുണ്ടായിരുന്നു, ബാഡ് കൊളസ്ട്രോളും ചെറുതായിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ ഗൈസ്, ഈ ഫുഡ് വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ബീഫും സാധനങ്ങളൊക്കെ ഞാൻ കുറേ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ, സ്റ്റേക്ക്, മറ്റേ ബ്രിസ്ക്കറ്റ്,
ഉള്ള സാധനം. പിന്നെ വീട്ടിലല്ലാതെ തന്നെ വാങ്ങിച്ച് തിന്നും. മട്ടൻ ബിരിയാണി എൻ്റെ വ്ളോഗിന് മറ്റേ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാനും തിന്നുന്നുണ്ടല്ലോ. അങ്ങനെ റെഡ് മീറ്റ് ഒരുപാട് കഴിച്ച് എൻ്റെ യൂറിക് ആസിഡ് ഹൈ, എൻ്റെ കൊളസ്ട്രോൾ ഹൈ ഗൈസ്. അപ്പം ഞാൻ ചെറുതായിട്ടൊരു തീരുമാനം എടുത്തെന്ന് തന്നെ ഇപ്പം ഓൾറെഡി അന്ന് ഇൻസിഡൻ്റലി ബെറ്റ് വെച്ചതാണ് കാർത്തികിൻ്റെ വ്ളോഗിൽ ഞാൻ ഇനി ഡയറ്റ് തെറ്റിക്കൂല എന്നുള്ള സംഭവം ഗൈസ്. അപ്പം അത് എന്തായാലും കാര്യമായിട്ട് എടുക്കേണ്ട സംഭവമാണ്. ബിക്കോസ് എനിക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ റെഡ് മീറ്റും എല്ലാം കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഷുഗറും മൊത്തത്തിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ നോർമലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കും. ചിക്കനൊക്കെ ഞാൻ കഴിക്കും, വല്ല അൽഫാമോ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കഴിക്കാമെന്നാണ് പ്ലാൻ. പിന്നെ സാലഡ്, സൂപ്പ്, സ്വീറ്റ്സ് എന്തായാലും ഇല്ല ഗൈസ്. ഇനി ഡെസേർട്ട് ഞാൻ വ്ളോഗിലും കഴിക്കുന്നില്ല, ജീവിതത്തിലും കഴിക്കുന്നില്ല. ബിക്കോസ് സ്വീറ്റ്സ് എൻ്റെ ഭയങ്കര വീക്ക്നെസ് പോലൊരു സാധനമായിരുന്നു. ബിക്കോസ് ടെൻഷൻ അടിക്കുമ്പോഴും സ്ട്രെസ് അടിക്കുമ്പോഴും ഞാൻ മെയിൻലി ബിക്കോസ് ഒന്നാം കാര്യം എനിക്ക് വേറെ ദുശീലങ്ങളൊന്നുമില്ല. ഞാൻ ആ കൂടെ ഉള്ള എൻ്റെ മെയിൻ ദുശീലം എന്ന് പറഞ്ഞാൽ ഷുഗർ അടിയായിരുന്നു. നേരെ പോകും ഡെസേർട്ട് കഴിക്കും, കേക്കായിരുന്നു ഗൈസ്. ഓഫ് എൻ്റെ പൊന്നു, എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ആദ്യം പോയി ചെയ്യുന്ന ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചു തന്നെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യം കാണും. പക്ഷേ എനിക്ക് സർപ്രൈസിംഗ്ലി ഞാൻ ഇത്രയും ഷുഗർ കഴിച്ചിട്ട് എനിക്ക് ഷുഗർ ഇല്ല. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഷുഗറൊക്കെ ഭയങ്കര നോർമലാണ്. ഇവൻ ആവറേജ് ഷുഗറും നോർമലാണ്. അപ്പം അതല്ല എൻ്റെ കൂടുന്നത് കൊളസ്ട്രോളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അധികം ഇനി അങ്ങനെ ഒരു കൊളസ്ട്രോള് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റും കുറച്ച് ഇത്തിരി വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് MRI കൂടെ കിട്ടിയിട്ട് ഫിസിയോ എന്തായാലും ചെയ്യേണ്ടി വരും. കുറച്ച് നെക്ക് ഭയങ്കര സ്റ്റിഫാണ്, ഇവിടുത്തെ മസിൽസൊക്കെ ഭയങ്കര സ്റ്റിഫായിരിക്കുകയാണ്. അപ്പം അതൊന്ന് സെറ്റാക്കി എടുക്കണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഒരു 3 months ഞാൻ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും വ്ളോഗിൽ. പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മാത്രമേ ഞാൻ ഇടാൻ ചാൻസ് ഉള്ളൂ ഗൈസ്. ബിക്കോസ് ഇനി എന്തായാലും ഫുഡ് വ്ളോഗൊന്നും തന്നെ ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ഒരു നേരം വല്ലതും നമ്മൾ കഴിക്കാൻ പോകുമ്പം ഇൻ കേസ് ഐ എം എക്സ്പ്ലോറിങ് ആ ഒരു സാധനം മാത്രമേ കഴിക്കുള്ളൂ. മട്ടൺ എന്തായാലും കഴിക്കില്ല ഗൈസ്. മട്ടനും ബീഫും ഈ 2 സാധനവും ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. സോ അല്ലാതെ കുറച്ചൊക്കെ ഹെൽത്തി ആയിട്ടുള്ള നോർമൽ മനുഷ്യർ കഴിക്കുന്ന പോലത്തെ അതൊക്കെ തന്നെ എനിക്ക് കഴിക്കുന്നത്. അതിൻ്റെ വ്ളോഗ് ഞാൻ കാണിക്കും ഇഫ് ഇൻ കേസ് ദാറ്റ് ഇൻട്രസ്റ്റ് യു. നിങ്ങൾക്ക് കാണാൻ ഗൈസ്. പിന്നെ നമ്മളല്ലേ ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ ഔട്ടിങ്ങിന് പോകും. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്, ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഫുഡ് കഴിച്ചില്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിക്കാമല്ലോ ഗൈസ്. തട്ടുകടയെന്നോ അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവം ചെയ്യാന്നുള്ള പ്ലാനില്ല. ജസ്റ്റ് പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലത്തെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. സോ കൈൻഡ്ലി ബെയർ വിത്ത് മീ ഗൈസ്. നമുക്ക് നല്ല നല്ല സംഭവങ്ങൾ കൊണ്ടുവരാം. ആദ്യം ഞാൻ എൻ്റെ ഹെൽത്ത് ഒന്ന് നേരെ വഴിക്ക് കൊണ്ടുവരട്ടെ. എനിക്ക് ജിമ്മിൽ ചേരണമെന്നൊക്കെ ഉണ്ട്. സോ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ജിമ്മിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ട്രയൽ ഒരു ദിവസം ഒന്ന് പോകണമെന്നുണ്ട്. അത് അങ്ങോട്ട് നമുക്ക് ഫുൾ പവറിൽ നമ്മൾ പിടിക്കും. വിഷ് മീ ലക്ക് ഗൈസ്. ഡയറ്റിനും എൻ്റെ ഹെൽത്ത് ഞാൻ ശരിയാക്കുന്നതിലും എല്ലാം നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ പേർ എനിക്ക് മെസ്സേജ് അയച്ചു ബെറ്റ് തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണവന്മാരുണ്ട്. അതൊക്കെ ഒന്നാമത്തെ കാര്യം, നിനക്കൊന്നും ബിരിയാണി കിട്ടൂല. മറ്റേ ഈ കാർത്തികിൻ്റെ ഫാൻസാണ് കൂടുതലും വന്ന് സംസാരിക്കണത്. വന്നിട്ട് പറയും അണ്ണാ ബിരിയാണിക്ക് സ്ലോട്ട് ഉണ്ട്. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഈ മറ്റേ സപ്പോർട്ടേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കുന്നതല്ല. അത് നമുക്ക് വേറെ എപ്പോഴെങ്കിലും ഫുഡ് ബ്ലോഗ് പോലെ പോകുമ്പോൾ പോവാം. ഇപ്പം ഞാൻ അഥവാ എൻ്റെ ഡയറ്റ് ഞാൻ തെറ്റിക്കൂലടാ. ഞാൻ ഇന്നലത്തെ എൻ്റെ റിപ്പോർട്ട് കണ്ട് ഞാൻ പേടിച്ച് പറിച്ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇനി ഡയറ്റ് എന്നുള്ള സാധനം എൻ്റെ മൈൻഡിൽ എപ്പോഴും കാണും. അപ്പം എന്തായാലും അങ്ങനെ ഞാൻ ബെറ്റ് തോക്കുകയാണെങ്കിൽ, അങ്ങനെ തോക്കില്ല, പക്ഷെ തോറ്റാൽ ഞാൻ പാവപ്പെട്ടവർക്കായിരിക്കും 100 പേർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഗൈസ് ആ സ്ലോട്ട് നിങ്ങൾ മറന്നേക്കും. അപ്പം അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു പരിപാടിയിലോട്ട് പോവുള്ളൂ. എന്തായാലും ഞാൻ ഡയറ്റ് എന്തായാലും പക്കയായിരിക്കും ഗൈസ്. എന്നെ ഡയറ്റ് തകർക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഇല്ല. എന്തായാലും ഫെബ്രുവരിയിൽ അടുത്ത മാസം കുറച്ച് പരിപാടികൾ വരണുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ഹെൽത്തി വേ ആയിരിക്കും. അത് നിങ്ങൾക്ക് എന്തായാലും അടുത്ത മാസം മനസ്സിലാവും എന്തൊക്കെയാണ് അടുത്ത മാസത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. സോ ഇപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ് ഗൈസ്. ഞാൻ പറ്റുമോ നോക്കട്ടെ. വ്ളോഗിൽ വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി കാണിച്ചിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ബൈ. ഗൈസ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. കഫേ ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് 7 തൊട്ടടുത്ത് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെ വന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വെച്ചാൽ കമ്പനിക്ക് ഒരാളെ കൂടെ പൊക്കാന്ന് വെച്ചു. കമ്പനിക്ക് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ വ്ളോഗിലോട്ട് വന്നിരിക്കുകയാണ്. നിഹ എന്ന് വിളിക്കണോ നിഹാല എന്ന് വിളിക്കണോ? നിഹ. ഓക്കെ, അപ്പൊ പേര് മനസ്സിലായില്ലേ ഗൈസ്? ഒറിജിനൽ പേര് നിഹാല എന്നാണ്. അപ്പം അതും നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് വ്ളോഗിൽ കൂടെ. ട്രിവാൻഡ്രംകാരിയാണ്. നമ്മൾ കൊച്ചിയിലോട്ട് ഇപ്പൊ റീസെന്റ് മാറിയല്ലേ ഉള്ളൂ. ഇത് ട്രിവാൻഡ്രംകാരനല്ലേ പറയുന്നത്? ഞാൻ ട്രിവാൻഡ്രംകാരനാണ്, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. നീ ട്രിവാൻഡ്രംകാരിയാണെന്ന് ആർക്കും അറിഞ്ഞൂടല്ലോ. അപ്പൊ കൊച്ചിയിലോട്ട് അങ്ങനെ കൊച്ചിയിലോട്ട് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കൊച്ചി? ഒരാഴ്ചയേ ഉള്ളൂ. അപ്പം എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഇവിടുത്തെ ഫുഡൊക്കെ കൊള്ളാം. ട്രിവാൻഡ്രം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ട്രിവാൻഡ്രത്തിന്റെ അത്ര വരില്ലെങ്കിലും കുഴപ്പമില്ല. ട്രിവാൻഡ്രത്തിന്റെ അത്രയ്ക്ക് വരൂലെങ്കിലും നമ്മള് അങ്ങനെയല്ലേ പറയാൻ പാടുള്ളൂ. ഓ മൈ ഗോഡ് ഗൈസ്, ട്രിവാൻഡ്രം ഫുഡിന് എല്ലാരും ഇങ്ങനെ ഹൈപ്പ് ചെയ്യും. ഞാനും ട്രിവാൻഡ്രംകാരനാണ്, എന്നാലും കുറച്ച് നാളായിട്ട് കൊച്ചി ഫുഡ് കഴിക്കുന്നുണ്ട്.
ട്രിവാൻഡ്രം ഫുഡ് കഴിച്ചിട്ട് ഒന്ന് നോക്കാം ഈ ഹൈപ്പൊക്കെ അവിടെ വാലിഡ് ആണോ അല്ലേ എന്നുള്ളത്. വന്ന് കഴിച്ചു നോക്ക്. നീ അവിടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം പറ ട്രിവാൻഡ്രത്ത്. അയ്യോ അങ്ങനെ ചോദിച്ചാല് എന്നാ നീയല്ലേ വന്ന അവിടത്തെ ഫുഡിന്റെ അത്ര വരൂല. ട്രിവാൻഡ്രം വാ, അപ്പൊ ഞാൻ കൊണ്ടുപോവാം. അങ്ങനെയല്ല, ഒരു സ്ഥലം പറ, പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് പറ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കിളി പോകണം എന്റെ. അതെനിക്ക് കുറച്ച് തിങ്കിങ്ങിന് ടൈം എടുക്കും, ബഫറിംഗ് ടൈം. കുറച്ചേന് പറയാം. ശരി ഗൈസ്, കൊറേ ഇപ്പൊ തന്നെ മനസ്സിലായി കൊറേ ഉള്ളത് കൊണ്ടുള്ള കൺഫ്യൂഷൻ ആണ്. ഒന്നും ഇല്ല ഗൈസ്, അവിടെ എനിക്ക് തോന്നണില്ല അവന്മാര് കറക്റ്റ് മ്യൂസിക് കിട്ടും. അപ്പൊ ശരി ഗൈസ്, ഞാൻ വരാം. ചായക്കടയിൽ വന്നപ്പോൾ ഇവിടെ നിറച്ചും കിളികൾ. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. നല്ല കിളി, ലവ് ബേർഡ്സ് ആണ് കേട്ടോ മൊത്തം. നീ കമ്പി കൂടെ ഫോക്കസ് ചെയ്യാൻ കുറച്ച് പണിയാണ്. നീല കിളി കൊള്ളാലേ. അതുകൊണ്ട് 2 കിളികൾ താഴെ ഇരിക്കുന്നു ഗൈസ്. ഇതൊന്ന് വലിഞ്ഞു കയറാൻ മടിയായിട്ടുള്ള ഏതോ കിളികളാണ്. ഒരു വൈറ്റ് കണ്ടാ, ഒരു ഭയങ്കര ചെറിയൊരു വെള്ള കിളി. അയ്യോ ക്യൂട്ട് സീന് കേട്ടാ. അത് ഈ കമ്പി ഉള്ളതുകൊണ്ടാണ് ഗൈസ് കുറച്ച് ഫോക്കസിങ് കുറച്ച് പണിയാണ്. കിളികളെ വാ നോക്കുന്ന നിഹ അങ്ങനെയുണ്ട് സ്പോട്ട്. ചായ കുടിക്കുന്നതിന്റെ കൂട്ടത്തിൽ കിളിയെ കണ്ടോണ്ടിരിക്കാം. അയ്യോ നമുക്ക് ആ കിളിനാദം കേട്ടോണ്ടിരിക്കാം. കിളിനാദം. അപ്പൊ ഇതാണ് ഗൈസ്, ഇവിടെ തന്നെ ഒരു കിളി സങ്കേതമുണ്ടോ, അവിടെ ഒരു ലോഡ് കിളി, പല കളറും പല സൈസ്. ഒക്കെ ഇട്ട ഫോക്കസ് ആയിട്ടാ ആ ഏരിയയിൽ നിറച്ചും. അവരെല്ലാം ഒരു പക്ഷെ നൈസ് കളർ കേട്ടാ, എല്ലാത്തിന്റെയും കളർ അടിപൊളി. കൂട്ടിയിട്ട കിളികളാണ്, പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, തുറന്നു വിടണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ അവർക്ക് നാട്ടുകാർ ഓടിച്ചിട്ട് ഇടിക്കും, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഗൈസ് കുറെ കൂട്ടിയിട്ട കിളികളാണ്, പാവം കിളികൾ. പക്ഷെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ, സാധാരണ കൂട്ടിയിൽ കൂട് പോലെ അല്ല ഇത്. അത്യാവശ്യം ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് സീൻ ഉണ്ട് ഇത്. വെളിയിൽ പോയി വല്ല കാക്കയൊക്കെ പിടിച്ച് തിന്നണേക്കാട്ടി നല്ലത് ഇവിടെ സേഫ് ആയിട്ട് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ കിട്ടി കിടക്കുന്നതാണ് ഗൈസ്. പിന്നെ ഇത്ര ആൾക്കാരെ കാണാം. ഒരു സാധനത്തിന് 2 വശം ഉണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? നമുക്ക് തന്നെ പറയാൻ പറ്റില്ല ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത്. അതാണ് ഈ ഒരു കാര്യത്തിലെ സംഭവം. എനിവേസ് ചായ കുടിക്കട്ടെ ഗൈസ്, ബൈ. ചെവളി കുടം മടക്കുന്നതും അതൊന്ന് എന്റെ തലയിൽ വീഴുന്നതും ഞാൻ ചാവുന്നതും ഒരുമിച്ചായി. അതാണ് ആ പിടിയിലാണ് ഇതിരിക്കുന്നത്. അടിയൊന്നുമല്ല, ഈ സാധനം അനങ്ങി കഴിഞ്ഞാണ്ടല്ലോ അത് നേരെ ഇങ്ങി വരും. നമ്മളെ രണ്ടുപേരും കൂടെ നീ ചിലപ്പോ ഒഴിഞ്ഞു പോകാൻ, എനിക്ക് ഹൈറ്റ് കൂടെ ഉള്ളതുകൊണ്ട് ആദ്യം എന്റെ തലയിൽ ഇടിക്കും. അല്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും കേട്ടോ. ഞങ്ങളുടെ ബാക്കിൽ കാണുന്നത് പാഡിൽ ടെന്നീസിന്റെ കോർട്ടാണ്, 2 കോർട്ടുണ്ട്. സോ ഇവിടുന്ന് ചായയും ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ പോയി ടെന്നീസ് കളിച്ച് വർക്കൗട്ട് ചെയ്യാം. ബാലൻസ്. തൊട്ടപ്പുറത്ത് ആ സൈഡിലോട്ട് ഒരു പുതിയ പിലാറ്റേഴ്സിന്റെ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ട്രൈ ചെയ്യാവുന്നതാണ്. ഫുൾ ഫിറ്റ്നസിന്റെ ഏരിയ ആണ്. അപ്പുറത്ത് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അജിത് ബ്രോയുടെ ജിമ്മും ഉണ്ട്, പൃഥ്വിരാജിന്റെ ട്രെയിനർ. അപ്പം ഞാൻ ഇങ്ങനെ അവിടെ ചേരണോ എന്ന് ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ ഗൈസ്. നമ്മളിപ്പോ എന്തായാലും 2 തട്ടുകടയാണ്, 2 കട്ടൻ ചായ കുടിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കാം ഫിറ്റ്നസ് എങ്ങനെ സെറ്റ് ആക്കണം എന്നുള്ളത്. എന്തായാലും ഇനി ചീറ്റിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും ഗൈസ്. ബിക്കോസ് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 പേർക്കുള്ള അന്നദാനം ഞാൻ നടത്തേണ്ടി വരും. അപ്പൊ ആ ഒരു പേടിയുള്ളത് കൊണ്ട് വളരെ കെയർഫുൾ ആണ്. ഓക്കെ ബൈ ഗൈസ്, വരാം. ഇതാണ് ജിഞ്ചർ ടീ, ഇതല്ലേ? ഇത് ബ്ലാക്ക് ടീ. ഗൈസ് നമ്മളെ ബ്ലാക്ക് ടീ വന്നിരിക്കുകയാണ്. എന്റെ ജിഞ്ചർ ബ്ലാക്ക് ജിഞ്ചർ ടീ അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഷുഗർ ഇല്ലെന്ന് തോന്നുന്നു. ഷുഗറിന് അതല്ലേ അവര് തന്നേക്കുന്നത്. അത് നമ്മളിടണല്ലേ? യെസ്, അതെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് അവര് പറയണത്, മനസ്സിലായില്ലേ ഗൈസ്? പറയണ പോലെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. നിഹ ഭയങ്കര വലിയ വ്ളോഗറാണ് കേട്ടോ. ഫുൾ സാരി വ്ളോഗ്, എന്തോന്ന് സാരി റീല്. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ നിഹയുടെ വ്ളോഗ് മാത്രം, റീൽസ് മാത്രം കാണാൻ പറ്റും. ആ ലെവൽ ഫേമസ് ആണ്. ഫുൾ റീൽസ് കണ്ട് നമ്മൾ മടുക്കണം. അതാണ് അവളുടെ ലക്ഷ്യം. ഞാൻ വ്ളോഗ് ഇരുന്ന് കാണുന്നില്ലേ? എന്റെ ദൈവമേ, ഇതൊരു പരസ്പര സഹകരണം. അതായത് നമ്മള് എന്റെ വ്ളോഗ് ഞാൻ കാണിപ്പിച്ചു തുടങ്ങി കഴിച്ചു. ഞാൻ പതുക്കെ എന്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇരുന്ന് സാരി വ്ളോഗ്, സാരി റീല്, മറ്റേ റീല് അതൊക്കെ കാണേണ്ടി വരും. അതൊരു എന്തോ പറയാലോ, നമ്മള് ഇത്രയും സപ്പോർട്ട് ചെയ്യണോണ്ട് നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യണമല്ലോ. അതാണ് അതിന്റെ ഒരു ഇത്. എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വന്നത് കേക്കട്ടെ? എന്താണ് പ്രചോദനം? സാരി റീൽസ് ചെയ്യാനുള്ള പ്രചോദനം പറയൂ. അയ്യോ, അത് ഞാൻ ഓണത്തിന് ചുമ്മാ ഒരു റീല് ചെയ്തതാണ്, പിന്നെ അത് നിന്നിട്ടില്ല. നിനക്കത് നിർത്താൻ പറ്റിയിട്ടില്ല? അതിന്റെ തന്നെയാണ് പ്രൊമോഷൻ വന്നോണ്ടിരിക്കുന്നത്. പ്രൊമോഷൻ ആണോ? അപ്പൊ എല്ലാം അല്ല ഗൈസ്, എക്സ്ക്ലൂസീവ് ന്യൂസ്. നമ്മുടെ വ്ളോഗിൽ ആർക്കും കള്ളം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്.
ഒരാൾ സ്വയം സമ്മതിച്ചിരിക്കുകയാണ്. ലൈറ്റ് കട്ട്. അപ്പൊ ശരി ഗൈസ്, പ്രൊമോഷൻ ചെയ്യാത്ത ആരുമില്ല, എന്തായാലും കുറെ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അത് നമ്മൾ കണ്ടില്ല എന്നങ്ങ് വിടുക. അപ്പം ഇത് നിങ്ങളുടെ പ്രൊമോട്ടേഴ്സ് കാണൂല എന്ന് വിശ്വസിക്കാം. ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ളവരൊന്നും നമ്മുടെ ഫുഡ് ചാനൽ കാണാത്തോണ്ട് ഇവർ രക്ഷപ്പെട്ട് കഴിച്ചു. എന്തായാലും വളരെ വളർന്നു വരുന്ന ഒരു ബ്ലോഗർ, എന്താണ് ഇതിനെ പറയുന്നത്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പോരെ, ഫാഷൻ ബ്ലോഗർ, ഫാഷൻ ക്രിയേറ്റർ. ഓക്കെ ഗൈസ്, ഫാഷൻ ക്രിയേറ്റർ, വളർന്നു വരുന്ന ഒരു ഫാഷൻ ക്രിയേറ്റർ ആണ്. അത് കാണിച്ചു ഗൈസ്. ഷവർമയെ കഴിക്കുന്നതിന്റെ ആക്രാന്തത്തിൽ നഖം വരെ പൊട്ടിപ്പോയാണ്. അപ്പം അതാണ് ഗൈസ് നിഹ. അപ്പം നിഹ വളർന്നു വരുന്ന ഒരു ഫാഷൻ ക്രിയേറ്റർ ആണ്. പുള്ളിക്കാരിയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് നോക്കുക. നിഹാൻ തന്നെയല്ലേ പേര്? അത് നിഹാന്നാണ്. എന്താ ഇതിന്റെ ഐഡിയ? നിഹാന്ന് ചുമ്മാ ടൈപ്പ് ചെയ്താൽ വേറെ നിഹയൊന്നും ഇല്ല. നമ്മളെ വ്ളോഗിൽ വരുന്നവരൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വിടും. വരുന്നവരൊക്കെ മിക്കവരും വലിയ ആൾക്കാരാണ്, പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളിക്കാരിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റയില്? 50 60 എത്ര ഉണ്ട്? 40,000 പേര് ഫോളോ ചെയ്യുന്ന ഒരു ചെറിയ ക്രിയേറ്റർ ആണ് ഗൈസ്. കമന്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്തിടാൻ പറ്റും? കമന്റ് ബോക്സ് ഒന്നും ഓഫ് ചെയ്തില്ല ഗൈസ്, ഭയങ്കര. അപ്പൊ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം വളർന്നു വരുന്നവരെ നമ്മളെപ്പോഴും എന്നെ പൊക്കിക്കൊണ്ട് വന്ന പോലെ ഞാനും എല്ലാരെയും പൊക്കിക്കൊണ്ട് വരും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ കഴിവുള്ളവരാണെങ്കിൽ പറയുക. കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നും എന്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പം ഇതൊരു സീരീസ് ആണ്, കട്ടൻ അടിക്കാൻ പോകുന്ന ഒരു സീരീസ് ആണ് ഗൈസ്. ഇത് നമ്മൾ കട്ടൻ അടിച്ചാൽ മതി, ഹെൽത്തി ആണ്, എന്ന വലിയ സീനും ഇല്ല. കോഫി വിത്ത് കരൺ പോലെ കട്ടൻ വിത്ത് സനു. നൈസ്, കൊള്ളാം. അത്യാവശ്യം എരിയൊക്കെ ഉണ്ട്. ജിഞ്ചറിന്റെ നല്ല അതിപ്രസരം നല്ല പോലെ ഉണ്ട് ഗൈസ്, കൊള്ളാം. വൈബ് സ്ഥലം കേട്ടാ. കിളിയും കുരുവി, ടെന്നീസ്, അപ്പുറത്ത് ഫുട്ബോളിന്റെ സാധനം. അത് കൊടയര താഴെ വന്നിരുന്നിട്ട് ഭയങ്കര തണലെന്ന് കേട്ടാ. ഇത്രയും വലിയ കൊടയരടി ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം. ഒരു മോഡേണും ഒരു നേച്ചറിന്റെയും കൂടെ മിക്സ്. അപ്പം കൊള്ളാം ഗൈസ്, നല്ല സെറ്റ് സ്ഥലം. അപ്പം അവിടെ പാഡൽ ടെന്നീസ് കളിക്കുന്ന കുറെ ആൾക്കാർ. ലേഡീസ് ഓൺലി ആണ് കേട്ടോ. ഒരു കോട്ട് മൊത്തം ലേഡീസിനാണ്, ഒരു കോട്ട് മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. ഫുൾ ഫിറ്റ്നസിന്റെ ആൾക്കാരാണ് കേട്ടോ ഗൈസ് ഇവിടെ മൊത്തം. നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ടെന്നീസൊക്കെ കളിക്കുന്നുണ്ട് ഗൈസ്. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചു നേരം അവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വരാം ഗൈസ്, കുടിച്ചിട്ട് ബൈ ഗൈസ്. നിഹാല ഒരു കട്ട്ലറ്റ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇതെന്ത് കട്ട്ലറ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെജിറ്റബിൾ കഴിച്ചിട്ട് ടേസ്റ്റ് പറ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഡയറ്റ് തുടങ്ങിയോണ്ട് എനിക്കധികം കഴിച്ചൂടാ ഗൈസ്. ഞാൻ വല്ല ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ നോക്കാം. സാലഡ് വല്ലോ. ആണോ? കട്ട്ലറ്റിന്റെ ടേസ്റ്റ് ആണോ? കട്ട്ലറ്റിന്റെ ടേസ്റ്റ് അല്ല, പിന്നെന്തോ? കട്ട്ലറ്റിന്റെ ടേസ്റ്റ് അല്ല, പക്ഷെ വേറെന്തോ ടേസ്റ്റ് ആണ്. പക്ഷെ കൊള്ളാം, നല്ല എരിവുണ്ട്. ഓ ഗൈസ്, അപ്പൊ ഈ സ്ഥലത്ത് വന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, കൊള്ളാന്ന് തോന്നുന്നു. പൊതുവെ ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ടതായിരുന്നു. ക്ലാപ്പടി ഇടയ്ക്കാണ് ഗൈസ്. വേറൊരു കൊതുവിനെ കൊന്ന്. ആനക്കൊതു കേട്ടാ ഇവിടെ. അത് കൊതുവിനെ തൂക്കി പിടിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ മെയിൻ അട്രാക്ഷൻ. അയ്യോ സൈക്കോ, കൊതുവിനെ അടിച്ചു വന്നിട്ട് കൊതുവിനെ കൊണ്ട് സോറി പറയിപ്പിക്കുന്ന. ഫോക്കസ് ചെയ്യാൻ ഓ പെടച്ച് അങ്ങനെ അടിച്ച് പെടപ്പിച്ച് കാറ്റിന്റെ അങ്ങനെ ഒരു വയലന്റ് കർമ്മം ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി കട്ട്ലറ്റ് അവർക്ക് അതാണ് പേടി. നിഹാലയുടെ ഹോബി എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, കൊതുവിനെ അടിച്ച് കൊന്ന നിരത്തി വെച്ചേക്കുന്ന എക്സിബിഷൻ. സീരിയൽ കില്ലർ അല്ല, മോസ്കിറ്റോ കില്ലർ. എന്ത് ചെയ്യാൻ, ഇത് വെച്ചതിന് ശേഷം ഇവിടെ ആരും വന്നിട്ടില്ല. സത്യം, ഇതിങ്ങനെ 4 കൊതുവിനെ അടിച്ചു വെച്ചേക്കുന്നുണ്ട്. കൊതു വരെ പേടിച്ച് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഏരിയയിലെ കൊതുവിനെയൊക്കെ അടിച്ച് കൊന്നിട്ട് നമ്മൾ ഒരു ചായയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. ഇവിടെ പാഡിൽ ടെന്നീസ് ഒക്കെ തുടങ്ങിയതാണ്. ഞാൻ ബാക്കിലൂടെ ആൾക്കാർ മരണ ടെന്നീസ് കളി. ഫുൾ 2 കോർട്ടിൽ നിറച്ചു ആൾക്കാർ. അങ്ങനെയുണ്ട് ഏരിയ ഈ കട എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഏച്ചല്ലേ? കൊതുകും കൂടെ ഒന്നും ഇല്ലായിരുന്നു. ഒന്നും ചെയ്യാനില്ല, കൊച്ചിയാണ്. ട്രിവാൻഡ്രത്ത് കൊതുകൊന്നും ഇല്ലേ? അതാ ലൈവ് ആക്ഷൻ മിസ്സായി പോയി. അത് ഞാൻ പറഞ്ഞേ, ഇതൊരു കൊതുക് കൊല്ലൽ ബ്ലോഗായി മാറിയിരിക്കും. ഇവിടെ എപ്പോഴും എന്താ കൊതുവിനെ കൊന്നിട്ട് പോലീസ് പിടിക്കുമെന്ന് ചോദിക്കണത്. ഇത് 2ാമത്തെ പ്രാവശ്യം എന്താണ് ചോദിക്കണത്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ചായ വരട്ടെ. അത് അടുത്ത ഞാൻ പറഞ്ഞ ലെമൺ വിത്ത് ഹണി, അവിടെ നോർമൽ ലൈം ടീ. അപ്പം ജിഞ്ചർ ടീ കഴിഞ്ഞ് അടുത്ത ലെമൺ ടീ. അപ്പൊ അതും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോകാം ഗൈസ്. ബൈ. ഒന്ന് കൊതുവിനെ കൊന്ന പൈസ വല്ലതും കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ 5 രൂപ വെച്ച് കിട്ടുമെന്ന് അവൻ പറഞ്ഞ അവൻ മറ്റേ പണക്കാരനായനെയാണ്, കോടീശ്വരനായനെയാണ്. രാത്രി ആകുമ്പോ കൊലപാതകം നടക്കുന്നു ഇവിടെ. ബാറ്റ് വെച്ചിട്ട് കുരുക്ഷേത്ര യുദ്ധം പറഞ്ഞോണ്ടിരിക്കുമ്പോ വലിയൊരു കൊതുക്.
നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ 5 രൂപ വെച്ച് 3 25 25 കാരണം പറഞ്ഞ നടപ്പുണ്ട് കേട്ടോ അടുത്തത്. 30 രൂപയ്ക്കുള്ളതായി. ഗൈസ് പ്രൊഫഷണൽ കൊതുവിനെ കൊതു കില്ലർ വേണമെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ നിഹ ദ എന്റെ അടുത്ത് മൊസ്കിറ്റോ പറഞ്ഞാ കില്ലർ. മതി. ലാസ്റ്റ് സാമുറായി എലൈവ് എന്നൊക്കെ പറയണമല്ല അതിന്റെ മൂക്കില് വന്ന് കൊതു ഇരുന്ന ഗൈസ് ഒന്നാടേ ഇല്ലടേ പോയത്. പോയി കൊതു ജസ്റ്റ് മിസ്റ്റ് അങ്ങനെ മൂക്കിന്റെ തുമ്പത്തൊന്ന് അയ്യോ കോമഡി തന്നെ ഗൈസ് ഫുൾ. അങ്ങനെ കൊതു നമ്മളെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. 5 കൊന്നതിന്റെ റിവെഞ്ച് എടുക്കാൻ വന്നിരുന്നു. അപ്പൊ ശരി ഗൈസ് വരാം ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ എന്തോ ഗൈസ് ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ ഗൈസ് എല്ലാരും ഒരു ഹൈ പറയൂ ഗൈസ്. അതാണ് ആൻസർ. ബ്രോയുടെ പേരെന്താ? छोटू मलयाली नहीं हिंदी किधर से? यूपी में किधर? लखनऊ में बिरयानी अच्छा होता है क्या? एक नंबर का है. अगर मैं लखनऊ जाएगा तो किधर से खाना है बिरयानी? उधर का बेस्ट बिरयानी किधर मिलता है? चार बाग. उधर कोई शॉप है? शॉप का नाम मालूम है आपको? उधर जिधर भी जाएगा अच्छा बिरयानी मिलेगा. अच्छा ठीक है. ऐसा पर लखनऊ ही പോയി കഴിഞ്ഞാൽ अच्छा बिरयानी मिलेगा എന്നാണ് പുള്ളി പറഞ്ഞത്. ചോട്ടു आपका नाम क्या है? गीता. दीपा. ओके दीपा किधर से? नेपाल से. फिर नेपाल भी मेरा लिस्ट में है जाने के लिए. उधर जाके बंजी जंपिंग करेगा. आप किया है उधर बंजी जंपिंग? नहीं। वो ऊपर से कूदेगा ना रोप में. नहीं किया. क्यों? डेंजर. मुझे भी डर लगता है इसलिए मैं भी नहीं किया. അപ്പൊ ആൻസർ എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു? എന്താ ചെയ്യുന്നത്? ബർഗറിനുള്ള മാവ് കഴിക്കണമെന്ന് തോന്നണല്ലോ. അപ്പൊ ആൻസർ ഷാസിന്റെ ഒക്കെ ഫാനാണ് ഗൈസ്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് അനിമേ ഫാനാണ് പുള്ളി. 1 പീസ് ഒക്കെ കണ്ട് അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ്. അപ്പൊ എന്തായാലും നൈസ് സ്ഥലം കേട്ടോ. കൊതു മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ അവിടെ ഒരു 10 കൊതുവിനെ അടിച്ചു കൊന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ अच्छा लगा आप लोगों से मिलके. अभी आएगा बार इधर आएगा. हिंदी बहुत बुरा है पर फिर भी ट्राई करता हूँ. ठीक है शुक्रिया ബൈ. അതാ കൈസ് ഇവിടെ ചായ കുടിച്ച് തീർന്നിട്ടില്ല. നമ്മൾ എന്നെ ഹിന്ദിയൊക്കെ ആയിട്ട് പേടിച്ചിരിക്കുന്നു. ഇവിടെ നിനക്ക് ഹിന്ദി അറിയാലോ. നീ ഭയങ്കര തോടയൊന്നും അല്ല. അങ്ങനെയല്ല, അതെനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ പിന്നെ ഷാറുഖ് ഖാൻ ഫാൻ ആയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. അവള് അത്യാവശ്യം ഹിന്ദി പറയുന്ന ഒരാളാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. വീട്ടിലൊക്കെ ഹിന്ദി അല്ലേ നിങ്ങൾ സംസാരിക്കുന്ന? അത് വേറെ ഭാഷയാണ്. കച്ചി. ഓ ഐ സി. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങട്ടെ. അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ് ഗൈസ്. വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം. അതാ ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. അതാണ്ട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെയൊക്കെ ഇരുന്നു. നമ്മുടെ ഡിസ്ട്രിക്ട് സെവന്റെ തൊട്ട് ചേർന്നിരിക്കുന്ന സാധനമാണ്. സോ നൈസ് സ്പോട്ട് ഗൈസ്. ഡു ട്രൈ ഇറ്റ് ഔട്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ചായ കുടിച്ചിട്ട് ബൈ. ഗൈസ് നമ്മൾ കഫേ ഡി ബാങ്കോക്കിൽ വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഒരു സൂപ്പ് കുടിച്ചിട്ട് ഇന്നത്തെ ഡിന്നർ അതിൽ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാലഡ് കഴിക്കാം. ഞാൻ സൂപ്പിലൊന്നും നിർത്തില്ല. കഴിക്കാനുള്ള ഒരാളുള്ളതുകൊണ്ട് ഗൈസ് നമുക്ക് അത്യാവശ്യം സാധനങ്ങളുടെ ഇത് ടേസ്റ്റ് അറിയാനും പറ്റും. അപ്പൊ നോക്കാം ഗൈസ്. കയറിയിട്ട് വരാം. ഗുഡ് ഈവനിങ്. ഹൈ, നല്ല വെൽക്കം ആണ് ഗൈസ്. ഇതാണ് ഹോട്ടൽ. ഇന്റീരിയർ നല്ല അടിപൊളി ഇന്റീരിയർ. നല്ല കാശൊക്കെ ചെലവാക്കിയിട്ടുണ്ട് കേട്ടോ. നീ മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് സൂപ്പാണ് ഗൈസ് ഓർഡർ ചെയ്തേക്കുന്നത്. ഞാനൊരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ ഇവർക്ക് മറ്റേ മാംഗോ സ്റ്റിക്കി റൈസ് ഭയങ്കര ഫാനാണ്. അത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ എന്താ നൂഡിൽസ്. ഇവർക്ക് നൂഡിൽസും പറഞ്ഞിട്ടുണ്ട്. ബാക്കി എനിക്കുള്ള ഡിഷ് ഫുഡ് വീട്ടിലുണ്ട് ഗൈസ്. ഞാൻ ഡയറ്റ് തുടങ്ങിയതിനു ശേഷം വീട്ടിൽ ഉമ്മ ഉണ്ടാക്കി തരും. അപ്പം അങ്ങനത്തെ ഒരു പ്ലാനിൽ ഇരിക്കുകയാണ്. സോ ലെറ്റ് സി. ഇവിടെ തൽക്കാലം ചെറുതായിട്ട് ഇതൊന്ന് സൂപ്പ് കുടിച്ചിട്ട് ഒരു കമ്പനിക്ക് ആളുണ്ടല്ലോ. അപ്പൊ എന്തായാലും പുതിയൊരു ഡിഷ് ഇൻട്രൊഡ്യൂസും ചെയ്യാലോ. ബാക്കിയുള്ളവരുടെ വായിൽ നിന്ന് ഇനി നിങ്ങൾ ഫുഡ് ബ്ലോഗിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി അതേ നടക്കൂ. 100 പേർക്ക് ബിരിയാണി 100 പേർക്ക് ബിരിയാണി കൊടുക്കണമെന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഡയറ്റിലാണ് ഗൈസ്. അപ്പം ശരി ബൈ. അങ്ങനെ ഗൈസ് നമ്മുടെ സൂപ്പ് വന്നിരിക്കുകയാണ്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ്. കണ്ടിട്ട് നല്ല എരി ഉണ്ടെന്ന് തോന്നുന്നു. എക്സ്പ്രഷൻ നോക്കാം. സൂപ്പ് മന്ദം കുടിക്കുന്ന നിഹ. എരിവ് വലുതായിട്ടില്ല. കുടിച്ചു എരിവാകും. കുടിച്ച് എരിവ് വരെ ഇതെന്താ? ചൂട് കുറവല്ലേ? ചെറിയൊരു പുളിപ്പും ചെറിയൊരു എരിവും ഉണ്ട്. കുഴപ്പമില്ല. നല്ലൊരു സൂപ്പ്. ഗുഡ്. ഇഷ്ടായോ? ഇതെന്ത്? മഷ്റൂം ആയിരിക്കും. അപ്പൊ ശരി ഗൈസ്, കുടിച്ചിട്ട് വരാം. ബൈ ഗൈസ്. ഇത് ചിക്കൻ ഡംപ്ലിംഗ്, ചിക്കൻ ഗ്യോസ. ഇതിനെ ലുക്സ് ഹെൽത്തി. ഇത് നിന്റെ നൂഡിൽസ്. ഇതാളോ അല്ല, പക്ഷെ വലിയ ചെറിയല്ലേ, ചെറിയ പോർഷൻ. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണമല്ലോ. ഇത് ഞാൻ കഴിക്കും. ഈ സാധനം ഞാൻ കഴിക്കും. ഡംപ്ലിംഗ് കഴിക്കാൻ കഴിച്ചു. ഇത് വേവിച്ച സാധനമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല.
ഇത് ഞാൻ ട്രൈ ചെയ്തു. ഇത് ഞാൻ കഴിച്ചോളാം. ഇത് കുഴപ്പമില്ല. വേവിച്ച സാധനം വേണ്ടേ. ഓക്കെ, പിന്നെ മൈദയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, കഴിക്കി. ആ ഗൈസ്, ഇത് രണ്ടെണ്ണം ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ബാക്കി വീട്ടിൽ പോയി തിന്നാം. ഇത് അവൾ എന്തായാലും കഴിച്ചോളൂ. ഇത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുള്ളതാ. ഇത് ഫുൾ ചിക്കൻ ആണല്ലോ. ഇത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുള്ളതാ. കുഴപ്പമില്ല, നല്ലതാ. എരിയാണ്. പക്ഷെ നമുക്ക് എന്താ ഇത് ട്രൈ ചെയ്യാം ഗൈസ്. ഗ്യോസ ട്രൈ ചെയ്ത് നോക്കാം. അത് പ്രത്യേകിച്ച് വലിയ ഡയറ്റ് അങ്ങനെ പോണ സാധനമല്ല. നമുക്ക് ഒരു 2 എണ്ണം തിന്നെ കുറച്ച് ഹാർഡാണ്. കഴിച്ചോട്ടെ, ട്രൈ ചെയ്തോട്ടെ. ഗുംസുമ ഡിംസും പ്ലേറ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ കണ്ട്. പ്ലേറ്റിൽ മൊത്തം ആർട്ടിസ്റ്റിക് പരിപാടി. ഇനി നമ്മൾ ഇതുപോലെ ചെയ്യുള്ളൂ. എന്റെ പൊന്നോ, മിക്കവാറും ഡെക്കറേറ്റ് ചെയ്ത് കൊളാകുന്ന ലക്ഷണം. ഒരുപാട് റീല് കാണാറുണ്ടല്ലേ നീ? റീലിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ പ്ലേറ്റിംഗ് ചെയ്യാനുള്ള പരിപാടിയാണ് കേസ്. അതൊന്നും തിന്നാൻ വേണ്ടിയാണ് ഇത്രയും ബിൽഡപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഒരു മോമോസിന്റെ ടേസ്റ്റ്. അത് തായ്ലാൻഡിൽ പോകുമ്പോ വേവിച്ചതായോണ്ട് കൊള്ളാം, പേര് മാറും. നൈസ് അല്ലേ? അപ്പൊ ശരി ഗൈസ്, ഞാൻ ഒരു മോമോ ഇവിടെ കഴിച്ചിട്ട് ഞാൻ നടത്തും. ഞങ്ങള് പിന്നെ മറ്റേ മാംഗോ സ്റ്റിക്കി റൈസും പറഞ്ഞിട്ടുണ്ടല്ലേ? അത് നല്ലത്. മാംഗോ ഹെൽത്തി അല്ലേ? റൈസും ഹെൽത്തി അല്ലേ? ഹെൽത്തി ഒന്നും അല്ല. കഴിച്ചൂടെ എനിക്ക്? ഷുഗർ ഇല്ല ഗൈസ്, ഞാൻ കഴിക്കുന്നില്ല. എവിടെ തന്നെ കഴിച്ചോട്ടെ. ഞാൻ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് കഴിച്ചോളാം. തൽക്കാലത്തേക്ക് ഓക്കെ. ഞാൻ ഒരു ഗ്യോസ് കഴിച്ച് നടത്താൻ പോകും. ബൈ. നൂഡിൽസ് അങ്ങനെ ഉണ്ടെന്ന് പറയാം. ഫുൾ ഒത്തിരി ചിക്കൻ ഉണ്ട് കേട്ടോ. നല്ലല്ലേ? ചിക്കൻ നൂഡിൽസ് അല്ലേ പറഞ്ഞത്? ഐ മീൻ സ്മെല്ലൊക്കെ കൊള്ളാം. ചിക്കൻ ബാക്കി നീ വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരും. ഒത്തിരി ഉണ്ട് ക്വാണ്ടിറ്റി. ചിക്കൻ കഴിച്ചോളാം. എരിവുണ്ട് കേട്ടോ. ബേൺഡ് ചില്ലി നൂഡിൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ അവര് പഞ്ചാര ഇട്ട് തരൂല. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. അതേട്ടാ സെറ്റ്. പക്ഷെ കുറച്ച് കഴിക്കുമ്പോ നല്ല എരി. പിന്നെ ഈ മറ്റേ ഇത് പറഞ്ഞിട്ടില്ലേ, മാംഗോ സ്റ്റിക്കി റൈസ്, അത് ആലോചിച്ചിട്ട് ഇതങ്ങ് കഴിച്ചാൽ മതി. ഓ എന്റെ പൊന്നോടെ, അത് മുളകായിരുന്നു. വടി പോലത്തെ മുളക് കേട്ടാ. അയ്യോ, ബേൺഡ് ചില്ലി നൂഡിൽസ്. എന്റെ പൊന്നോ, കഴിച്ചോ കഴിച്ചോ. കഴിച്ചു നോക്കുന്ന എനിക്ക് വേണ്ട. അയ്യോ, അത് കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇന്നൊരാൾ കരഞ്ഞ് നിലവിളിക്കും. എന്നിട്ട് ആ മാംഗോ സ്റ്റിക്കി റൈസ് വരുമ്പോ അത് കിട്ടും എന്നുള്ള ഇതിൽ കഴിച്ചോ. അപ്പൊ ശരി ഗൈസ്, കഴിയട്ടെ. മാംഗോ സ്റ്റിക്കി റൈസ് കേട്ടെ. നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് വന്നിരിക്കുകയാണ്. അവളത് കൊച്ചിയിൽ വന്ന് തന്നെ ഇത് കഴിക്കാൻ വേണ്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഓക്കെ വാങ്ങിച്ചു കൊടുത്തേക്കാം. നമുക്കറിയാവുന്ന മാംഗോ സ്റ്റിക്കി റൈസ് ആകെ ഈ ഒരു സ്ഥലത്തേ ഉള്ളൂ. ഞാൻ കഫേരി ബാങ്കോക്കിൽ കഴിച്ചിട്ടുണ്ട്. ഞാനും പണ്ട് കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ആ ക്വാളിറ്റി മാറിയിട്ടുണ്ടോന്നോ. പണ്ട് ബ്ലൂ കളറിൽ റൈസ് ആയിരുന്നു. ബ്ലൂ പീയുടെ എസൻസ് ഒക്കെ വെച്ചിട്ടാണ്. ഒരു ഫോട്ടോ എടുത്തേക്കാം. ബെസ്റ്റ്. ആഹ്ലാദിപ്പിൻ കണ്ടിട്ട് എന്റെ സന്തോഷം. ബാക്കി ഞാൻ പാർസൽ എടുത്തിട്ടുണ്ട്. ബാക്കി നൂഡിൽസ് അവൾ പാർസലാക്കി വീട്ടിൽ കൊണ്ടുപോകും. ഓക്കെ, പാല് വരി ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ. ഭയങ്കര മധുരം. മധുരമുണ്ടോ? കൊള്ളാം, മധുരമുണ്ട്. മാങ്ങയ്ക്ക് ഭയങ്കര നല്ല മധുരം. മാങ്ങ മാത്രം കഴിച്ചു നോക്ക്. ടേസ്റ്റ് ഉണ്ടോ? നൈസ്. മാങ്ങോ സ്റ്റിക്കി റൈസ് തായ്ലാന്റിന്റെ അത്ര ഇല്ലെങ്കിലും കേരളത്തിൽ കിട്ടുന്നത് വെച്ച് നല്ലതാണ്. അപ്പൊ ഞാൻ തായ്ലാന്റ് പോയിട്ടുണ്ട്. ഞാനും ചോദിക്കാൻ വന്നത്, തായ്ലൻഡിൽ വെച്ച് കിട്ടുന്നത് ഞാൻ പോലും തായ്ലൻഡിൽ പോയി കഴിച്ചിട്ടില്ല. ആകെ നാട്ടിലെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഓതന്റിക് സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടുള്ള ഒരാളെ കിട്ടിയല്ലോ എന്നിങ്ങനെ വിചാരിച്ചാൽ പറ്റിച്ച്. തായ്ലൻഡിൽ പോയി കഴിക്കണം. ഒരു സ്പൂൺ ഞാനും കഴിച്ചു നോക്കാം. ഡയറ്റ് ആണ് എന്നാലും കുഴപ്പമില്ല. ഒരു സ്പൂൺ കഴിക്കാം. ഫ്രൂട്ട്സ് അല്ലേ, ഹെൽത്തി ഫ്രൂട്ട്സ് ആണ്. എന്നാലും മാങ്ങ മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ്. ശരിക്കും സ്റ്റിക്കി റൈസ് ആണിത്. ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ചോറായിരിക്കും വെച്ച് തന്നെ. ഭയങ്കര മധുരമുള്ള പഴുത്ത മാങ്ങ, ഓവർ പഴുത്തു വരും. അതെ, മാങ്ങ പഴുത്തു. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഇതിന്റെ ഒരു ഫാൻ അല്ല, അതുകൊണ്ട് വലിയ നഷ്ടബോധം ഇല്ല. അവള് കഴിച്ചോട്ടെ. ബൈ ഗൈസ്. അങ്ങനെ ഗൈസ്, കൊതു. എന്റെ അമ്മേ, നമ്മൾ കൊതുവിന്റെ ജില്ലയിലാണ് വന്നിരിക്കുന്നത്. എന്റെ അമ്മേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചാവും കേട്ടാ. മലേറിയല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇനി വീട്ടിൽ പോകുന്നു. പുള്ളിക്കാരി അവളുടെ വീട്ടിൽ പോകുന്നു. നമ്മൾ അടുത്തിനി എന്തെങ്കിലും ഡയറ്റ് പരമായിട്ട് എന്തെങ്കിലും കാണാം കേട്ടാ. ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് കാണത്തില്ല. നമ്മൾ അടുത്തിനി സാലഡ് ഹണ്ടിങ്ങിന് ഇറങ്ങുമ്പോൾ ഞാൻ വിളിക്കാം. ഞാൻ ഈ കൊച്ചിയിൽ ഏറ്റവും ബെസ്റ്റ് സാലഡ് അവിടെ കിട്ടും എന്നുള്ള ഒരു യാത്രയിലായിരിക്കും ഗൈസ്. ലെറ്റ് സി. ഡയറ്റ് ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് 3 മാസത്തിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇല്ലെങ്കിൽ ബിരിയാണി കൊടുക്കേണ്ടി വരും. ഞാൻ പിന്നെ എനിക്ക് ബിരിയാണി തിന്നുകയും ചെയ്യാം. അത് ഒറ്റയടിക്ക് 2 പക്ഷി. അപ്പോൾ എന്തായാലും
നമ്മൾ ഡയറ്റ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാണ് ഗൈസ്. അപ്പം ഇനി അടുത്ത് ജിമ്മും ഫിസിയോ ഒക്കെ ചെയ്യണം എൻ്റെ, ബിക്കോസ് എൻ്റെ നെക്കിൽ കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ട്, ന്യൂറോളജിക്കൽ ഇഷ്യൂസ്. അപ്പോൾ അതൊക്കെ സോർട്ട് ചെയ്ത് 3 months അകത്ത് സെറ്റായി വരുന്നതായിരിക്കും. അപ്പോഴേ താങ്ക്സ്, വെൽക്കം. ബൈ. അങ്ങനെ ഫസ്റ്റ് വ്ളോഗിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു ക്യാരക്ടർ കൂടെ കിട്ടിയിരിക്കുകയാണ് നമ്മളെ വ്ളോഗിൽ വരാനായിട്ട്. അപ്പം സീ യു ഗൈസ്. അപ്പം ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.